ഇന്ന് ജോലിയും കഴിഞ്ഞിറങ്ങി അധികം സാധനങ്ങളൊന്നും വാങ്ങിക്കാനില്ലായിരുന്നു. അതുകൊണ്ട് സമയത്ത് വീട്ടിലെത്തി. മോനുകുട്ടൻ ട്യൂഷൻ കഴിഞ്ഞ് വന്നിട്ടില്ല. അപ്പോൾ ഫ്രീസറിൽ കുറച്ച് മീൻ തലേന്ന് വാങ്ങിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിന്ന് കറി വെക്കണം. ഇന്ന് അടുക്കളയിൽ അതാണ് പ്രധാന പണി. മഴ 7 അയലത്തൂടെ പോയാൽ മതി, പിന്നെ വെള്ളം ചൂടാക്കിയുള്ള കുളിയേ നടക്കൂ. അപ്പോൾ വെള്ളം ചൂടാകുന്നത് വരെ എന്തെങ്കിലുമൊക്കെ പണി ഒതുക്കിയേക്കാമെന്ന് വിചാരിച്ചു കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ എടുത്ത് വൃത്തിയാക്കി വെച്ചു. അതൊക്കെ ചതച്ച് സ്റ്റോർ ചെയ്ത് വെച്ചാൽ ജോലി എളുപ്പമാണല്ലോ. അപ്പോഴത്തേക്കും മോനുകുട്ടൻ ട്യൂഷനൊക്കെ കഴിഞ്ഞ് വന്ന് തിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് എന്തൊക്കെയോ ഹോംവർക്ക് എഴുതാനുള്ളതൊക്കെ എടുത്തുകൊണ്ട് അങ്ങോട്ട് ഇരുന്നിട്ടുണ്ട്. കുളിയൊക്കെ കഴിഞ്ഞ് വന്ന ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം എടുത്ത് ചതച്ച് റെഡിയാക്കി വെച്ചു. എന്നിട്ട് മീൻകറിയുടെ പരിപാടി തുടങ്ങുവാണ്. മോനുകുട്ടൻ്റെ വഴിക്കും ഞാൻ എൻ്റെ വഴിക്കും അങ്ങോട്ട് തിരിഞ്ഞു. ഇനിയിപ്പോൾ കുറച്ച് നേരം ഞങ്ങളുടേതായിട്ടുള്ള ജോലികളൊക്കെ തീർത്ത് വരുമ്പോഴത്തേക്ക് അത്താഴം റെഡിയാവും. 5-6 കഷ്ണം മീൻ ഞാൻ എടുത്ത് മസാലയൊക്കെ പുരട്ടി വറക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചേ. മീനിനൊക്കെ എന്താ വില. അപ്പോൾ അതൊക്കെ റെഡിയായിട്ട് വന്നപ്പോഴത്തേക്ക് ചോറൊക്കെ തിളച്ചിട്ടുണ്ടായിരുന്നു, അതെല്ലാം വാർത്തിട്ടു. മീൻ കറി തിളച്ച് പറ്റി വരുമ്പോഴാണ് ഞാൻ കറിവേപ്പിലയും ഉലുവാപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതങ്ങ് അടച്ചു വെക്കും. അങ്ങനെയാണ് ഇവിടുത്തെ മീൻ കറി. മോനുകുട്ടൻ ജോലിയൊക്കെ തീർത്ത് അത്താഴം കഴിക്കാൻ വന്നു. അമ്മ തന്നതാണ് ചക്ക വേവിച്ചത്. അപ്പോൾ ചക്ക വേവിച്ചതും മീൻ കറിയും പച്ചമോരുമാണ്. ഇതാണ് ഇന്നത്തെ അത്താഴം.